ഈ ജാതകത്തിൽ നിഗൂഢതകൾ അനവധിയാ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ ഗുരുജി? ഈ ജാതകപ്രകാരം സമൃദ്ധ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അല്ലാതെ മറ്റൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. മരണമെന്ന വേർപിരിയിലല്ലാതെ ഞാൻ തന്നെ വിട്ടു പോവില്ല. ഐ ലവ് യു അർച്ചന. ഐ ലവ് യു ലോട്ട്. സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്ന നേരത്ത് കാമുകിയെ ചേർത്ത് പിടിച്ചോണ്ട് കാറിക്കറി പോയാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളൊരു അച്ഛനാണോ? നല്ലൊരു ഭർത്താവാണോ? സച്ചിയും അർച്ചനയും ഇനി ഒന്നിച്ചില്ല. എന്താ നിന്റെ പേര്? അർച്ചന. അർച്ചന. ഉണരുമ്പോ ഇതൊന്നും ഓർക്കണമെന്നില്ല. പക്ഷെ ഇവളുടെ ഉള്ളിൽ ആരോ വലിച്ചെറിഞ്ഞതുപോലെ ഓർമ്മകളെല്ലാം അവിടെ ഇവിടെയായി ചെതറി കിടക്കുന്നുണ്ട്. മരുന്നുകളെല്ലാം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. പൗർണമി നാൾ തീരുന്നതോടുകൂടി ചിതറിപ്പോയ ഓർമ്മകളെല്ലാം നേർരേഖയിൽ സംഗമിക്കും. ഇപ്പോൾ അവൾ നഷ്ടപ്പെട്ട ഓർമ്മകളിലേക്ക് ഇറങ്ങി തുടങ്ങി. ഞാൻ പറഞ്ഞ ദേവമ്മയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. നല്ല ശ്രദ്ധ വേണം. ഒരു ചെറിയ പാളിച്ച പോലും അപകടമുണ്ടാക്കും. നാം നിർദ്ദേശിക്കുന്നേ ഉള്ളൂ. പരിരക്ഷ മുഴുവനും മാതാ ദേവമ്മയുടെ കൈകളിലാണ്. ഞാൻ നോക്കിക്കോളാം ഗുരുജി. തൽക്കാലം സമൃദ്ധ ഇപ്പോൾ അറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി സ്വാമിജി. ഇപ്പോ സമൃദ്ധ പറഞ്ഞൊന്നും അവളെ ഓർമ്മിപ്പിക്കരുതെന്നല്ലേ? അതെ. നമ്മൾ അവളിലേക്കൊന്നും അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ നിൽക്കണ്ട. എല്ലാം ഇവൾ തനിയെ കണ്ടെത്തിക്കൊള്ളും. മനസ്സിലായി.
ഉണരുമ്പോ എന്നെ അറിയിക്കണം. ശരി ഗുരുജി. ചിത്തിര നക്ഷത്രം, കർക്കിടക രാശി, ശനി 5-ാം ഭാവത്തിലും. ജന്മബന്ധത്തെക്കാൾ വലിയ കർമ്മബന്ധം. ഗുരുജി, കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞാലേ. വിശദമായിട്ട് തന്നെ പറയാം. ജാതകവശാൽ സമൃദ്ധിക്ക് സമയം അത്ര നല്ലതല്ല. ഇതൊരു കർമ്മചക്രമാണ്. നഷ്ടപ്പെട്ട ജീവിതം പുനർനിർമ്മിക്കാൻ വിധിക്കപ്പെട്ട ജാതകമാണ് സമൃദ്ധയുടേത്. അല്ല, അതാണല്ലോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്ര പൗർണമിക്ക് അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടുമല്ലോ അല്ലേ? അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഗോകുലിനോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയോട് ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓർമ്മ തിരിച്ചു കിട്ടുന്നതാണോ കിട്ടാതിരിക്കുന്നതാണോ, ഏതാണ് മനസ്സിലെ ആഗ്രഹം? അത് പിന്നെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതല്ലേ ഞങ്ങൾക്ക് സന്തോഷം. എല്ലാ അമ്മായിമ്മമാരും മരുമക്കളോട് ഇത്രയും സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായിരുന്നു, അല്ലേ ഗോകുൽ? ചികിത്സയ്ക്ക് ഭംഗം വരാതിരുന്നാൽ എല്ലാം ശുഭമായി തന്നെ അവസാനിക്കും. എല്ലാം നല്ലതുപോലെ വരാൻ ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജാതകം അനുസരിച്ച് സമൃദ്ധയ്ക്ക് 2 ജീവിതമുണ്ട്. ഇന്ന് കാണുന്ന ആൾ ആദ്യ ജീവിതത്തിലെ ആളെയല്ല. ആദ്യ ജീവിതം എന്നെ അവസാനിച്ചു കഴിഞ്ഞതാ. അല്ലെങ്കിലും ഓർമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതെ. എന്തായാലും ഭഗവാൻ നല്ലൊരു തീരുമാനം എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബാക്കി ചികിത്സകൾ കൂടി പൂർത്തിയാക്കാൻ നിങ്ങൾ 2 പേരും ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. ഞങ്ങൾ 2 പേരും കൂടെ തന്നെയുണ്ട്. ഗുരുജി പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യാം. എല്ലാം ശുഭമായിട്ട് വരും. മരുമകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അനുഗ്രഹിക്കും. ഇനി ചികിത്സയുടെ അവസാന ഘട്ടമാണ്. അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. ശരി ഗുരുജി. ഈ ജാതകത്തിൽ നിഗൂഢതകൾ അനവധിയാ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ ഗുരുജി? ഈ ജാതകപ്രകാരം സമൃദ്ധ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല.